ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനായി മാങ്ങ നന്നായി കഴുകി തുടച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തത്. പാൻ ചൂടായതിന് ശേഷം ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 125 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം 10 അല്ലി വെളുത്തുള്ളിയും 2 കൊന്ത് കറിവേപ്പിലയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നടു മുറിച്ചാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് നമുക്ക് ഉപ്പ് കുഴച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അതേ ഉള്ളി കറിവേപ്പിലയും ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അതൊന്ന് തണിയുന്ന വരെ അപ്പോഴേക്ക് നമുക്ക് കടുകൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂണ് കടുക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. നല്ലോണം പൊടിയാതെ ഒന്നൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ചെറുതായി ഒന്ന് ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ കായാണ് ചേർത്തത്. കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ചേർക്കാം. എല്ലാത്തൊരു കായം ചേർത്താലും മതി. ഞാനിപ്പോൾ കായാണ് ചേർക്കുന്നത്. പിന്നെ ചേർത്തത് 1 സ്പൂൺ ഉലുവപ്പൊടി. അതിനുശേഷം നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ച കടുക് ചേർത്തു. ഇനി അതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 3.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തത്. അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് തിളച്ച് വന്നോട്ടെ. ആ തിളച്ചതിലേക്ക് നമ്മൾ ഉപ്പ് കുഴച്ച് മാറ്റി വെച്ച മാങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മാങ്ങയിൽ നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചതുകൊണ്ട് മാങ്ങയിൽ വെള്ളം ഊറിയിട്ടുണ്ടാവും. ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മാങ്ങ ഇളക്കിയെടുക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതായത് നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.